എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് മലപ്പുറത്തുള്ള ഒരു വീട്ടമ്മ. ഈ ഒരു വീട്ടമ്മയുടെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇവരുടെ ബ്രദേഴ്സൊക്കെ നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസത്തിൽ എല്ലാ തരത്തിലും നല്ല മുന്നേറി നിൽക്കുന്ന ആളുകളാണ്. സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊക്കെ ഇവരൊക്കെ ഡോക്ടേഴ്സാണ്. അപ്പോൾ ഇവർ ഇതിനൊരു ഈ കുടുംബത്തിലെ മൂത്തൊരു മകളായതുകൊണ്ട് തന്നെ പഠിച്ചില്ല എന്നുള്ളൊരു വിഷമം ഇവർക്ക് ഭയങ്കരമായിട്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചു. അക്കാലത്തൊക്കെ മലപ്പുറത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുക എന്നുള്ളൊരവസ്ഥയാണുള്ളത്. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവരെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നീട് ഇവരുടെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിൽ എല്ലാ രീതിയിലും മുന്നേറി. പക്ഷെ ഇവർക്ക് പഠിച്ചില്ല, ഞാൻ എവിടെ എത്തിയില്ല എന്നുള്ളൊരു നിരാശ വളരെ അധികമായിരുന്നു. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം, ഈ ഒരു ബിസിനസ്സിൽ അവർ ആരംഭിച്ചതിന് ശേഷം, അവരൊരു സാധാരണക്കാരിയായ വീട്ടിൽ ഒതുങ്ങി ഒരു അത്ര സൗണ്ടിൽ പോലും ഒരു പുറത്തേക്ക് സൗണ്ട് വരില്ല എന്ന് പറയില്ല, ആ രീതിയിലുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ കടന്നു വരുമ്പോൾ അവരുടെ ഗ്രോത്ത് ഞാൻ ഇന്നും ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. എല്ലാ തരത്തിലും അവരൊരു മീറ്റിങ്സും ട്രെയിനിങ്സൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും അവർ മാറി എന്നുള്ളതാണ്. ഒരു സാധാരണ വീട്ടമ്മ എന്നൊരു അസാധാരണ ലൈഫ് സ്റ്റൈലിലേക്ക് അവർക്ക് അവരെ ഫാമിലിയെ പടുത്തുയർത്തി കൊണ്ടുവരാൻ സാധിച്ചു. അവരെപ്പോഴും പറയും, എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ വളർച്ചയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും വിദ്യാഭ്യാസത്തിൽ എല്ലാ തരത്തിലും മുന്നേറിയപ്പോൾ എനിക്ക് എത്താൻ പറ്റാത്തൊരു നിരാശ കൂടുതലാണ്. പക്ഷേ ഈ ബിസിനസ്സിൽ വന്ന് യാത്രകൾ ചെയ്ത് അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റൊക്കെ യാത്ര ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ് കിട്ടുന്നത് എന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരികളായ സ്ത്രീകൾക്ക് ഈ ബിസിനസ്സിലൂടെ വരുന്ന ഒരു മുന്നേറ്റം അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്.